Morning to my dear students. How are you? How was your vacation, Christmas vacation? Enjoy? Okay, very good. Anyway, welcome back to our social science class. Today we are discussing the third part of our fifth chapter. Our chapter's name is The Earth, Myth and Reality. നമ്മുടെ ഭൂമിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, കഥയും കാര്യവും. From the previous classes, we learned about the shape of the earth. അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എർത്തിന്റെ ഭൂമിയുടെ ഷേപ്പിനെ കുറിച്ച്, ആകൃതിയെ കുറിച്ച് നമ്മൾ പഠിച്ചു. What is the shape of the earth? എന്താണ് നമ്മുടെ ഭൂമിയുടെ ഷേപ്പ്, ആകൃതി എങ്ങനെയുള്ളതാണ്? What is it not? It is known as geoid. അതിനെന്താ പറയാ? Geoid എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. Spherical shape. Earth shape, that is geoid. Then we learned about the latitudes and important lines of latitudes. What is latitude? In Malayalam meaning that is അക്ഷാംശ രേഖകൾ. അക്ഷാംശം അതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. And the important lines of latitudes. പ്രധാനപ്പെട്ട ലൈനുകൾ, ലാറ്റിറ്റ്യൂഡിന്റെ പ്രധാനപ്പെട്ട ലൈൻസുകൾ ഏതെല്ലാം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. And which is the longest latitude? ഏറ്റവും നീളം കൂടിയ അക്ഷാംശ രേഖ ഏതാണ്? അതിനെന്താ പറയാ? ഏറ്റവും നീളം കൂടിയത് എവിടെയാണ് കണ്ടത്? സെന്ററിൽ. അതിനെന്താ പറയാ? That is equator. Okay, equator is the longest latitude. The angular measurement of the equator is 0 degree. The 0 degree is the longest latitude. The angular measurement of the equator is 0 degree. Okay, last class we learned about the latitudes and it's the important lines of latitudes. Now we are discussing about longitude. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോഞ്ചിറ്റ്യൂഡിനെ കുറിച്ചിട്ടാണ്, രേഖാംശ രേഖകളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഗ്ലോബൽ മിസ് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. There are so many lines are there, horizontal and vertical lines. ഒരുപാട് കുത്തിനെയും സമാന്തരമായിട്ടും കുറെ വരകളുണ്ട്. അതിനെയാണ് horizontal lines are called latitude and vertical lines are called longitude എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഇല്ലേ? So look at this picture. Look at this picture. Today we are discussing about the longitude. This is the picture of longitude. Longitude ന്റെ ചിത്രമാണിത്. The lines connecting both the poles on the globe. ഗ്ലോബിന്റെ രണ്ട് ഭാഗത്തും പോൾസുകളുണ്ട്, നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. ആ രണ്ട് പോളിനെയും കണക്ട് ചെയ്യപ്പെടുന്ന ഒരു ലൈൻ, സെന്ററിലൂടെ ഒരു ലൈൻ പോകുന്നത് കണ്ടോ നിങ്ങള്? അവിടെ ഒരു സെന്ററിലൂടെ ഒരു ലൈൻ കാണുന്നുണ്ട്. The lines connecting the pole, both the poles on the globe. These are the longitude. ഇങ്ങനെ പോൾസിന്റെ നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്ക് വരുന്ന ആ കുത്തനെയുള്ള നെറുകെയുള്ള ആ ലൈനുകളെയാണ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ക്ലിയർ? These are longitude. These are curved lines perpendicular to the latitudes. ഇത് എങ്ങനെയാണ്? curved lines perpendicular to the latitudes. ലാറ്റിറ്റ്യൂഡിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ലൈനുകൾ കാണാൻ കഴിയുന്നത്. ക്ലിയർ? Okay. Okay. So in your globe you can see this. This is a globe. So you know so many lines are, all lines are imaginary lines, not a permanent line. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ലൈൻസുകളെല്ലാം ഇമാജിനറി ലൈൻസ് ആണ്. ഈ ലൈൻസുകളെല്ലാം എന്താണ്? vertical lines ഉം horizontal lines ഉം നമുക്ക് കാണാൻ കഴിയും. Horizontal lines are called latitude, that we already studied from the previous classes. Today we are discussing about the longitude, that is vertical lines. These lines are both the poles. These lines are connecting both the poles. ഈ രണ്ട് പോൾസ്, നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ, ഈ രണ്ട് പോളിനെയും കണക്ട് ചെയ്യപ്പെട്ടു പോകുന്ന ലൈനുകളെയാണ് ലോഞ്ചിറ്റ്യൂഡ്സ് അഥവാ രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. ഇതിന് സെന്ററിലുള്ള ഒരു രേഖയുണ്ട്. അത് സെന്ററിലൂടെ ഒരു രേഖ പോകുന്നു. അതിന്റെ ഈസ്റ്റ് പാർട്ട് ആൻഡ് വെസ്റ്റ് പാർട്ട്. അങ്ങനെ ഇതിനെ രണ്ടായി ഡിവൈഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അങ്ങനെ എത്രമാത്രം ലൈൻസുകൾ ഉണ്ട് ഇവിടെ? 0 ഡിഗ്രി ടു സെന്ററിലുള്ള ലൈൻ 0 ഡിഗ്രി ആൻഡ് 0 ടു 15 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, അങ്ങനെ പോയിട്ട് 180 ഡിഗ്രി ഈസ്റ്റ് ഭാഗത്തും ആൻഡ് ഓൾസോ ലൈക്ക് ദാറ്റ് ഹിയർ 180 ഡിഗ്രി, 0 ടു 180 ഡിഗ്രി വെസ്റ്റ് ഭാഗത്തും നമുക്ക് കാണാൻ കഴിയും. ഈ ലൈൻസുകളെയാണ് എന്ത് പറയുന്നത്? ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത്. Clear? These are the curved lines perpendicular to the
longitude. So the vertical lines are called longitude. We already studied that. And previous class we learned about the horizontal lines are called latitude. Clear? And 0 degree longitude is known as the standard meridian. ഞാൻ പറഞ്ഞു നമ്മുടെ പിക്ചറിൽ കണ്ടോ അതിലെ സെന്ററിലുള്ള ഒരു ലൈൻ കണ്ടില്ലേ ആ സെന്ററിലുള്ള ലൈൻ 0 ഡിഗ്രി ആണ് ആ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെയാണ് സെന്ററിൽ കണ്ടോ ഒരു ഡാർക്ക് കളറിൽ നിങ്ങൾ കണ്ടില്ലേ ആ ഡാർക്ക് കളർ കൂടുതൽ ഡാർക്ക് ആയിട്ട് കൊടുത്തിരിക്കുന്ന നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്ക് ടച്ച് ചെയ്തിരിക്കുന്ന ആ ഡാർക്ക് കളറാണ് 0 ഡിഗ്രി ദാറ്റ് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഈസ് നോൺ ആസ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ അതിനെ പറയുന്ന പേരാണ് മാനക രേഖാംശം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ഈസ് നോൺ ആസ് ഇക്വേറ്റർ അല്ലേ പഠിച്ചു കഴിഞ്ഞില്ലേ ലാറ്റിറ്റ്യൂഡിലുള്ള 0 ഡിഗ്രിനെ പറയുന്നതാണ് ഇക്വേറ്റർ ലോഞ്ചിറ്റ്യൂഡിലുള്ള 0 ഡിഗ്രിയെ പറയുന്നതാണ് മാനക രേഖാംശം അഥവാ സ്റ്റാൻഡേർഡ് മെറിഡിയൻ see this picture see this slide what is standard meridian standard meridian 0 degree longitude is known as the standard meridian yes 0 degree longitude is known as the standard meridian clear മാനക രേഖാംശം 0 degree longitude is known as the standard meridian another name is known as Greenwich meridian and Greenwich meridian എന്ന പേരിലും കൂടെ അറിയപ്പെടുന്നു clear and longitudes are angular distances east and west of the standard meridian എന്താ പറഞ്ഞത് ഞാൻ ഇവിടെ സെന്ററിലുള്ളതാണ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ see this globe ഈ സെന്ററിലുള്ള ലൈൻ 0 ഡിഗ്രി that is known as standard meridian അതിന്റെ ഈസ്റ്റ് സൈഡിലും വെസ്റ്റ് സൈഡിലും നമുക്ക് അതുപോലെ തന്നെ ലൈൻസുകൾ കാണാൻ കഴിയും these longitudes are angular distances like 0 15 degree and 30 degree 45 degree like that way 180 degree that is east side we can see and also west side we can see that angular distances these longitudes are imaginary lines connecting the same angular distances with reference to the standard meridian ഈ മാനക രേഖാംശത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈസ്റ്റ് ഭാഗത്തും വെസ്റ്റ് ഭാഗത്തും ഇതേ കറക്റ്റിലായിട്ട് ആംഗുലർ ഡിസ്റ്റൻസ് അഥവാ കോണീയ അകലത്തിൽ ഈ ലൈനുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്ലിയർ see this picture what is longitudes longitudes are the angular distances east and west of the standard meridian lines of the longitudes are lines of the longitudes are imaginary lines connecting the same angular distances with reference to the standard meridian that is the longitude all the lines of longitudes converging all the lines of longitude converging at the both the poles എല്ലാ ലൈൻസും എന്തുമായിട്ട് ഒന്നിച്ചു കൂടിയിരിക്കുന്നു ഈ പോൾസുമായിട്ട് കൂടപ്പെട്ടിരിക്കുന്നു ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് ഈ മുകളിലത്തെ ഈ നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്ക് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന കാണുന്ന ലൈൻസിനെയാണ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് there are 180 degree of longitudes on either side of the standard meridian ഞാൻ പറഞ്ഞല്ലോ അതായത് സ്റ്റാൻഡേർഡ് മെറിഡിയന്റെ രണ്ട് സൈഡിലും 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്സ് നമുക്ക് കാണാൻ കഴിയും 180 ഡിഗ്രിയാണ് ലോഞ്ചിറ്റ്യൂഡ്സുകൾ നമുക്ക് കാണാൻ കഴിയും അതേസമയം ലാറ്റിറ്റ്യൂഡിൽ 90 ഡിഗ്രിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ലോഞ്ചിറ്റ്യൂഡിലാണെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് മെറിഡിയന്റെ രണ്ട് സൈഡിലും ഈസ്റ്റ് സൈഡിലും 180 ഡിഗ്രി ലൈൻസ് കാണാൻ കഴിയും അതുപോലെ തന്നെ വെസ്റ്റ് സൈഡിലും 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്സിനെ ലൈൻസുകൾ നമുക്ക് കാണാൻ കഴിയും there are 180 degree of the longitudes on either side of the standard meridian the longest longitude along the eastern hemisphere are called eastern longitude അതായത് ഈസ്റ്റേൺ ഹെമിസ്ഫിയർ കിഴക്കേ അർദ്ധഗോളത്ത് കാണുന്ന കിഴക്കേ അർദ്ധഗോളത്തിനെ രണ്ടായി ഭാഗിച്ചാൽ ഈ ഗ്ലോബിനെ നമ്മൾ രണ്ടായി ഭാഗിച്ചാൽ അത് രണ്ട് പീസ് ആകുന്നു ആ രണ്ട് പീസിന്റെ വൺ സൈഡ് ഈസ്റ്റേൺ സൈഡ് ആൻഡ് അതർ സൈഡ് വെസ്റ്റേൺ സൈഡ് അങ്ങനെ ഈസ്റ്റേൺ സൈഡിലുള്ള ആ ഹെമിസ്ഫിയർ അർദ്ധഗോളത്തിലെ ലൈൻസിനെയാണ് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് ക്ലിയർ ആൻഡ് വെസ്റ്റ് സൈഡിലുള്ള ലൈൻസിനെയാണ് വെസ്റ്റേൺ ഹെമിസ്ഫിയറിലുള്ള പടിഞ്ഞാറ് ഭാഗത്തെ അർദ്ധഗോളത്തിലുള്ള ലൈൻസിനെയാണ് വെസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് ക്ലിയർ
Okay, so the eastern hemisphere are called east longitude, and those along the western hemisphere are called west longitude. See this slide. What is yes, hemisphere. Hemisphere 0° longitudes and 180° longitudes divide the earth into two hemisphere. ഇതിനെ രണ്ടായിട്ട് നമുക്ക് രണ്ട് അർദ്ധഗോളങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈസ്റ്റേൺ ഹെമിസ്ഫിയർ ആൻഡ് വെസ്റ്റേൺ ഹെമിസ്ഫിയർ. ആ രണ്ട് അർദ്ധഗോളങ്ങളെ ഒരു ഗോളത്തിനെ ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും കിഴക്കേ അർദ്ധഗോളം എന്നും മറ്റേ സൈഡിനെ വെസ്റ്റേൺ ഹെമിസ്ഫിയർ പടിഞ്ഞാറേ അർദ്ധഗോളം എന്നും പറയുന്നുണ്ട്. Longitudes along the eastern hemisphere are called east longitude. Eastern hemisphere ലുള്ള longitude ne east longitude എന്നും longitudes along the western hemisphere are called west longitude. Western side ലുള്ള lines നെ west longitude എന്ന പേരിലുമാണ് അറിയുന്നത്. Clear? Okay. Then in the earlier part we of this unit you were asked to state the location of the picture of the ball. നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ പഠിച്ചു കഴിഞ്ഞതാണ് ഒരു ബോളിന്റെ ലൊക്കേഷൻ അത് എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക എന്ന് നിങ്ങളോട് ചോദിച്ചു അല്ലെ. ഒരു ബോളിലെ ഒരു വെഹിക്കിൾ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ വെഹിക്കിളിന്റെ പൊസിഷൻ അഥവാ ലൊക്കേഷൻ എവിടെയാണെന്ന് നിങ്ങളോട് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ആൻസർ എന്താണ്? at the top, at the bottom, in the middle, along the edge. അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞത്? ഏറ്റവും ടോപ്പിലാണ്, ഉയരത്തിലാണ്, താഴെയാണ്, നടുവിലാണ്, അറ്റത്താണ് എന്നൊക്കെ പറഞ്ഞു. But none of the above answers are correct. അതൊന്നും കറക്റ്റ് അല്ലായിരുന്നു. പക്ഷേ നമുക്ക് പിന്നീട് കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടി. എങ്ങനെയാണ് അത്? All of you look at this picture. കണ്ടോ? ഫസ്റ്റ് പിക്ചറിൽ നമുക്ക് ആ വെഹിക്കിളിന്റെ പൊസിഷൻ എവിടെയാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. But at the same time, the second picture we can find out the position of that vehicles. ആ വെഹിക്കിളിന്റെ പൊസിഷൻ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. എങ്ങനെയാണ് അത് കണ്ടെത്താൻ കഴിഞ്ഞത്? So the exact location of the places on the earth is determined based on the latitudes and longitude. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ആ വെഹിക്കിളിന്റെ പൊസിഷൻ അഥവാ ലൊക്കേഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്? based on the latitudes and longitudes. ആ ലാറ്റിറ്റ്യൂഡ്സിന്റെയും ലോഞ്ചിറ്റ്യൂഡിന്റെയും അടിസ്ഥാനത്തിലാണ് നമുക്ക് ആ ബോളിൽ ആ വെഹിക്കിൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ക്ലിയർ അല്ലേ? അതായത് ലാറ്റിറ്റ്യൂഡ്സ് ആണ് നമ്മൾ കണ്ടത്. ഹൊറിസോണ്ടൽ ലൈൻസ് ആർ കോൾഡ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് വെർട്ടിക്കൽ ലൈൻസ് ആർ കോൾഡ് ലോഞ്ചിറ്റ്യൂഡ്. ആ ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും നോക്കിയിട്ട് ആ വെഹിക്കിൾ എവിടെയാണ് എന്ന് നമുക്ക് അതിന്റെ പൊസിഷൻ നമുക്ക് കണ്ടെത്താൻ സാധിച്ചത് എന്നുകയാണ്. The exact location of the places on the earth is determined based on the latitude and longitude. Clear? See this slide. The exact location, this is very important for you, all of you study this part. The exact places, exact location of places on the earth is determined based on the latitude and longitude. Clear? All of you write it in your notebook. The exact location. ഭൂമിയിൽ ഒരു സ്ഥാനത്തിന്റെ കൃത്യമായ ഒരു വസ്തുവിന്റെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നതിന് അക്ഷാംശ രേഖകളെയും രേഖാംശ രേഖകളെയും അടിസ്ഥാനമാക്കിയാണ്. The exact location of places on the earth is determined based on the latitudes and longitude. Clear? Okay. Next one. All of you see this map of India. In your textbook, page number 69, our Indian map is there. So look at this map of India. All of you look at this map of India. So now we are going to identify the location of India in terms of the latitudes and longitude. ഈ ലാറ്റിറ്റ്യൂഡ്സിന്റെയും ലോഞ്ചിറ്റ്യൂഡിന്റെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. എവിടെയായിരിക്കും ഇന്ത്യയുടെ സ്ഥാനം? നമുക്കറിയാം, നമ്മളെ മാപ്പിൽ ഗ്ലോബിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണ്. ഇന്ത്യയുടെ സ്ഥാനം ഗ്ലോബിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. See here,
All of you see here, this is our India is located here. Globe ile nammale ivideyaanu Indiyade map. Indiyade aa position, aa location namukku കാണാൻ വരുന്നുണ്ട്. എല്ലാവർക്കും കാണാൻ കഴിയുന്നില്ലേ? ഇനി ഇതുപോലെ തന്നെ അത് നമ്മുടെ ലാറ്റിറ്റ്യൂഡ്സിനെയും ലോഞ്ചിറ്റ്യൂഡിന്റെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ പൊസിഷൻ എങ്ങനെയാണ് എന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെ അതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങളും നമുക്ക് ഈ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും വെച്ചിട്ട് ഓരോ രാജ്യങ്ങളുടെയും പൊസിഷൻ എവിടെയാണെന്ന് നമുക്ക് കാണാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. Okay, so identify the location of India in terms of the latitude and longitude. So India is located between the 8 degree north and 38 degree north. India എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നിങ്ങളുടെ ടെക്സ്റ്റ് see this map of India. Map of India. India is in your textbook. All of you look at this your textbook, page number 69. India is located between 8 degree north and 38 degree north. 8 degree north-ഇന്റെയും 38 degree north-ഇന്റെയും ഇടയിലാണ് ഇന്ത്യ കിടക്കുന്നത്. Clear? See here. See here. All of you look at this. Here your textbook is 69. India is located in between. Here this side, north side. So India, the last part. India is located in between 8 degree north and 38 degree north. ഇതിന്റെ ഇടയിലാണ് നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. നോർത്തേൺ സൈഡിലെ 8 ഡിഗ്രിക്കും 38 ഡിഗ്രിക്കും ഇടയിലാണ് ഇന്ത്യ കിടക്കുന്നത്. Clear? India is located in between the 8 degree north and 38 degree north along the longitude. അതുപോലെ തന്നെ this is latitude and longitude lies between 68 degree east and 98 degree east. This is the north side latitude and longitude lies between 68 degree east. കണ്ടോ ഇവിടെ നിങ്ങൾ 68 ഡിഗ്രി ഈസ്റ്റിനും 98 ഡിഗ്രി ഈസ്റ്റിനും ഇടയിലായിട്ട് നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നു. ക്ലിയർ? അപ്പൊ ലാറ്റിറ്റ്യൂഡ്സിന്റെ ലൈൻസ് ലാറ്റിറ്റ്യൂഡ് ലൈസ് ബിറ്റ്വീൻ 8 degree north and 38 degree north and longitude lies between 68 degree east and 98 degree east. Clear? Clear alle? Okay, so like that way we can complete the table and write down the location of the Nepal, USA and China. Your textbook have one activity is there already given there. All of you look at this, your page number 69. India already given there. India country, here country and latitudes, longitude. Clear? India between latitudes lies between 8 degree north and 38 degree north, and also longitude lies between 68 degree east and 98 degree east. Clear? Like that way you can write it the next country, that is Nepal. You can write latitude lies between 26 degree north and 30 degree north, and also longitude lies between 80 degree east and 88 degree east. Clear? Nepal latitude lies between 26 degree north and 30 degree north. Also longitude lies between 80 degree east and 88 degree east. All of you write it. And next USA, United States of America, its location latitude lies between 24 degree north and 49 degree north, and also longitudes between 66 degree west and 125 degree west. Longitudes between 66 degree west and 125 degree west. And China, latitudes lies between 18 degree north and 54 degree north.
അതായത് 18 ഡിഗ്രി വടക്കും 54 ഡിഗ്രി വടക്കിനും ലാറ്റിറ്റ്യൂഡ് അതിന്റെ ലാറ്റിറ്റ്യൂഡ്സിന്റെ അക്ഷാംശ രേഖകൾ ആ രീതിയിലാണ് കിടക്കുന്നത്. ചൈന അതിന്റെ ഇടയിലാണ് ചൈന കിടക്കുന്നത്. And longitude also longitude lies between 74 degree east and 135 degree east. Okay, so see this slide. If you all of you write this, you complete your that activity from this. India, latitudes between 8 degree north and 38 degree north, longitudes between 68 degree east and 98 degree east. Nepal between 26 degree north and 30 degree north, between 80 degree east and 88 degree east. USA, latitudes lies between 24 degree north and 49 degree north, and also longitude lies between 60 degree west and 125 degree west. And finally, China, latitudes lies between 18 degree north and 54 degree north, and longitudes lies between 74 degree west and 135 degree west. Okay, so today we learned so many things which are there. About longitude we discussed everything. What is longitude, what are the features of longitude, etc. Clear? So what is longitude? Tell me. Longitudes are the curved lines perpendicular to the latitudes, and 0 degree longitudes is known as the standard meridian. Manaka രേഖാംശം എന്ന് നമ്മൾ പഠിച്ചു. Then longitudes are imaginary lines connecting the same angular distances with reference to the standard meridian. Then we learned there are 180 degree of the longitudes on the either side of the standard meridian. ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതല്ലേ. Then പിന്നെ നമ്മൾ പഠിച്ചതാണ് എന്താണ്, with the help of latitudes and longitude we can find out the location of each countries. ഓരോ രാജ്യങ്ങളുടെ പൊസിഷൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്ന് നമ്മൾ ഇതിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് ഏതൊക്കെ രാജ്യങ്ങളെ പൊസിഷൻ ആണ്, ലൊക്കേഷൻ ആണ് നമ്മൾ പഠിച്ചത്. ഇന്ത്യയുടെ ലൊക്കേഷൻ കണ്ടു, അതുപോലെ തന്നെ നേപ്പാളിന്റെ ലൊക്കേഷൻ കണ്ടു, ചൈന and USA. Okay, so all of you read this part very well. 2 or 3 times you can read it from your textbook, and if any doubt you will call me. Okay, then today I am sending you some more question answers from this part, and all of you write it neatly in your notebook, and after writing you can send to me. Okay, thank you, have a nice day.